പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 15-10 എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഇന്ന് രാവിലെ സമയത്ത് ഒരു ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം, ജീവിതത്തിലെ എല്ലാ നന്മയുടെയും പുറകിൽ ദൈവത്തിൻ്റെ കരമാണെന്ന് ഏറ്റുപറയണം എന്നതത്രേ. ജീവിതത്തിൽ നാം എന്തെങ്കിലും നേടുമ്പോൾ, എന്തെങ്കിലും ഹല്ലേലൂയ ആ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കർത്താവല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറയാൻ നാം ധൈര്യം കാണിക്കണം. പലപ്പോഴും ജീവിതത്തിൽ നന്മ വരുമ്പോൾ, അനുഗ്രഹം വരുമ്പോൾ, നേട്ടം വരുമ്പോഴൊക്കെ മനുഷ്യർ വിളിച്ചു പറയും, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നേടിയെന്ന്. നിങ്ങൾക്കറിയാമല്ലോ നെബൂഖദ്നേസറിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം. താൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ആ കാലഘട്ടത്തിലെ സുവർണ രാജ്യമായി ഹല്ലേലൂയ നല്ല ഒരു ഭരണാധികാരിയായി താൻ വലുതായി. തന്നെപ്പോലെ ഒരു ഭരണാധികാരി അന്ന് വരെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവചനത്തിൽ പോലും അതിനെക്കുറിച്ച് പറയുന്നത് സ്വർണം കൊണ്ടുള്ള തല, ഹല്ലേലൂയ, സുവർണ രാജ്യം എന്നൊക്കെ അത്രേ. അതാ നെബൂഖദ്നേസർ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഏറ്റവും വലിയ കോട്ടകൾ, ഏറ്റവും വലിയ ഹല്ലേലൂയ പൂന്തോട്ടങ്ങൾ, രാജ്യങ്ങൾ, റോഡുകൾ എല്ലാം ഉണ്ടാക്കിയ മഹത്തരമുള്ള ഹല്ലേലൂയ ദൈവ തേജസ് ഇറങ്ങി നിൽക്കുന്നത് പോലെയുള്ള, ദൈവത്തിൻ്റെ മഹത്വത്താൽ ഉണ്ടാക്കിയതുപോലെയുള്ള വലിയ പട്ടണങ്ങൾ എല്ലാം ഉണ്ടാക്കിയപ്പോൾ നെബൂഖദ്നേസർ തന്നെത്താൻ പറഞ്ഞു, നോക്ക്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ധനമാഹാത്മ്യം കൊണ്ട് ഉണ്ടാക്കിയതെന്ന്. പലപ്പോഴും പ്രിയരെ, മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ ഇതേ ഹല്ലേലൂയ കാര്യങ്ങൾ പറയാറുണ്ട്. നാം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ, എന്നെ സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ പഠിച്ച്, ഞാൻ വലുതായി, ഞാൻ അധ്വാനിച്ച് വലുതായി, എൻ്റെ നേട്ടം കൊണ്ട് ഹല്ലേലൂയ ഞാൻ ഉണ്ടായി, ഹല്ലേലൂയ എന്നൊക്കെ മനുഷ്യർ പറയാറുണ്ട്. പലരും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയപ്പോൾ ഹല്ലേലൂയ എൻ്റെ കൈയുടെ ഫലമായത്. പ്രിയരെ, ദൈവം ആരോഗ്യം തന്നിട്ടല്ലാതെ, ദൈവം ബലം തന്നിട്ടല്ലാതെ നമുക്കൊന്നുമില്ല. നെബൂഖദ്നേസർ തന്നെത്താൻ അങ്ങനെ അഹങ്കരിച്ചപ്പോൾ, നിഗളിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു, 7 വർഷക്കാലം അവൻ പുല്ലു തിന്നുന്ന ഒരു മൃഗത്തെ പോലെയായി. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവജനത്തോട് ദൈവം പറഞ്ഞ വാക്യം ഇവിടെ ശ്രദ്ധേയമത്രേ. ആവർത്തന പുസ്തകം 8-18 പറയുന്നു, നിനക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, നീ വലിയ പട്ടണങ്ങൾ പണിതുണ്ടാക്കുമ്പോൾ, നീ വലിയ വീടുകൾ പണിയുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോണം, നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തന്നത് ദൈവമാണ്. ഈ സമ്പത്തുണ്ടാകാനുള്ള കഴിവിൻ്റെ പുറകിൽ, ശക്തിയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരമാ. അവൻ തന്ന ശക്തി കൊണ്ടാ, അവൻ തന്ന ബുദ്ധി കൊണ്ടാ, അവൻ തന്ന ആരോഗ്യം കൊണ്ടാ നീ ഇത് നേടിയതെന്ന് പറയാൻ ധൈര്യം കാണിക്കണം. അതിന് മടി കാണിക്കരുത്. ആ മഹത്വം ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഇതാ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. തനിക്ക് പ്രശംസിപ്പാൻ ഒത്തിരിയുണ്ട്. തനിക്ക് ഹല്ലേലൂയ ദൈവം പ്രത്യക്ഷനായി. മറ്റ് ഹല്ലേലൂയ 3.5 വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാരെക്കാട്ടിലും ഉപരിയായി തന്നോടുകൂടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് തന്നെ വചനം പഠിപ്പിച്ചു. പഴയ നിയമത്തിൻ്റെ ഹല്ലേലൂയ പൊരുളുകളെ അവൻ വെളിപ്പെടുത്തി. ക്രിസ്തുവാകുന്ന മർമ്മം അവൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു തുടങ്ങി. അവന് ഹല്ലേലൂയ വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായപ്പോഴും, വെളിപ്പാട് കൊണ്ട് താൻ നിറഞ്ഞപ്പോഴും ഇതാ വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞാൻ ആകുന്നത് കൃപയാലെ അത്രേ. ഈ വലിയ ഹല്ലേലൂയ വെളിപ്പാടുകൾ ദൈവം എനിക്ക് തന്നത് കൃപയാല. ഈ ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചത് കൃപയാ. ഞാൻ പാപികളിൽ പ്രമാണിയായിരുന്നു, ഹല്ലേലൂയ എല്ലാവരെക്കാട്ടിലും ഉപദ്രവകാരിയായിരുന്നു. എന്നിട്ടും ദൈവത്തിൻ്റെ കൃപ എന്നെ തേടി വന്നു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ജീവിതത്തിൽ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം തന്ന നന്മകളെ ഓർത്തിട്ട് ഒന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ, കർത്താവിൻ്റെ കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നോക്ക്, പലപ്പോഴും നമ്മുടെ സമ്പത്ത് വർദ്ധിച്ച് നാം മനുഷ്യർക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ നാം അറിയാതെ ഒന്ന് ഉള്ളിൽ പറയാറുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അവരെ സഹായിച്ചു, ഞാൻ ആ ചർച്ചിന് ഡൊണേഷൻ കൊടുത്തു,
ഞാൻ ഇന്ന വ്യക്തിയെ സഹായിച്ചു എന്നൊക്കെ മനുഷ്യർ പറയാറുണ്ട്. ദാവീദ് രാജാവ് തൻ്റെ സമ്പത്തിൻ്റെ ഹല്ലേലൂയ ദൈവം തന്ന അധ്വാനം ഹല്ലേലൂയ ദേവാലയ പണിക്ക് വേണ്ടി കൊടുത്തിട്ട് ദാവീദ് പറഞ്ഞ ഹല്ലേലൂയ ഒരു വാചകം ഇങ്ങനെയാ: കർത്താവേ, സകലതും നിങ്കൽ നിന്നാണ് വന്നത്, ഞാനത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിനക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യെ നീ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ നിൻ്റെ വേലയ്ക്ക് കൊടുത്തു, നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ നിൻ്റെ ദാസന്മാർക്ക് കൊടുത്തു, നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അനാഥർക്കും വിധവമാർക്കും കൊടുത്തു. ഹല്ലേലൂയ. ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ ചർച്ചിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ആരെയെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ കൃപയാ. കർത്താവപ്പാ, നീ എൻ്റെ കര ഉപയോഗിച്ചതിനാൽ സ്തോത്രം. ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും. കർത്താവ് നിങ്ങളിൽ മഹത്വപ്പെടും. ഒന്ന് പറഞ്ഞാട്ടെ, എന്തെങ്കിലും ഞാൻ ആകുന്നെങ്കിൽ അത് ദൈവകൃപയാ. എൻ്റെ കയ്യിലൂടെ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാ. കർത്താവിന് പലരെ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഒരു യോഗ്യതയുമില്ലാത്ത പാപികളിൽ പ്രമാണിയായ, അല്ലെങ്കിൽ ലോകത്തിൽ തള്ളപ്പെട്ടവനായ, ഒരു യോഗ്യതയും പറയാനില്ലാത്ത എന്നെ എൻ്റെ അപ്പ ഉപയോഗിച്ചു. അതിനുവേണ്ടി സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് ഇന്ന് രാവിലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, ഒന്ന് നന്ദി പറഞ്ഞാട്ടെ, കർത്താവേ, ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം, എന്നെ കരുതുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലെയാകുന്നു. എന്നോടുള്ള നിൻ്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. കർത്താവ് കൃപ കാണിച്ചതിനാൽ ഞാൻ ഇന്നും ജീവിക്കുന്നു, ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നു, ഞാൻ ഇന്നും സംസാരിക്കുന്നു. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.